ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലത്തെ മാത്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ മാത്സ് ആണ് ക്രിസ്മസ് എക്സാം. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയവും അതുപോലെ തന്നെ മലയാളം മീഡിയവും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോക്കി നോക്കാം. എ ഫ്രൂട്ട് ഷോപ്പ് ഹാസ് 16 baskets ഓഫ് ഓറഞ്ചസ്. ഈച്ച് ബാസ്ക്കറ്റ് ഹാസ് 6 oranges. How many oranges are there in total? എന്താണ്? ഒരു പഴക്കടയിൽ 16 ഓറഞ്ച് കുട്ടകളുണ്ട്. അപ്പൊ എന്താണ്? എത്ര ഓറഞ്ചിന്റെ കുട്ടകളുണ്ട്? 16 ഓറഞ്ചിന്റെ ബാസ്ക്കറ്റുകളുണ്ട്. ഓരോ കുട്ടയിലും 6 ഓറഞ്ച് വീതം ഉണ്ട്. ആകെ എത്ര ഓറഞ്ചുകളുണ്ട്? അപ്പൊ ആകെ എത്ര ആയിരിക്കും? 16 ഓറഞ്ചിന്റെ ഇങ്ങനെ ഓരോ 16 ഓറഞ്ചിന്റെ ഇങ്ങനെ ഓരോ ബാസ്ക്കറ്റ് ഉണ്ട്. എന്നാൽ അതിൽ ഓരോന്നിലും എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ടാവും? ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ബാസ്ക്കറ്റ്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് എഴുതാം. നമ്പർ ഓഫ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 16. അതായത് നമ്പർ ഓഫ് ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടകളുടെ എണ്ണം. എത്രയാണ്? 16. ഇനി എന്താ? ഓരോ കുട്ടയിലും 6 ഓറഞ്ചുകൾ വീതം ഉണ്ട്. നമ്പർ ഓഫ് ഓറഞ്ചസ് in each basket എത്രയാണ്? 6. ഇനി എന്താ? How many oranges are there in total? അപ്പോൾ നമുക്ക് എഴുതാം എന്ത്? Total number of oranges which is equal to എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ബാസ്ക്കറ്റ് 16 കുട്ടകളുണ്ട്. ഓരോന്നിലും 6 എണ്ണം വീതമുണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഓറഞ്ചസ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? 16 × 6 ചെയ്താൽ മതി. 16 × 6. 6 × 6 36. ബാക്കി 3. 6 × 1 6. 6 + 3 9. 96. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഓറഞ്ചസ് എത്രയാണ്? 96 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ മലയാളത്തിൽ സ്റ്റെപ്പ് എഴുതുമ്പോൾ കുട്ടകളുടെ എണ്ണം 16, ഓരോ കുട്ടയിലുമുള്ള ഓറഞ്ചിന്റെ എണ്ണം 6, ദെൻ ആകെയുള്ള ഓറഞ്ചുകളുടെ എണ്ണം. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കി നോക്കാം. അടുത്തത് എന്താ? The school is ordering lunch for a trip. There are 30 students is going. Each student gets 2 snacks. The school ordered 75 snacks in total. The extra snacks are for the teachers. How many extra snacks did the teachers get? അതായത് നമുക്ക് മലയാളം മീഡിയം നോക്കി നോക്കാം. ഒരു യാത്രയ്ക്കായി സ്കൂൾ ഉച്ചഭക്ഷണം ഓർഡർ ചെയ്യുന്നു. 30 വിദ്യാർത്ഥികൾ യാത്രയ്ക്ക് പോകുന്നു. അപ്പൊ എത്ര വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്? 30 വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ട്രിപ്പിന് പോകുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, ദെൻ ഓരോ വിദ്യാർത്ഥിക്കും 2 സ്നാക്കുകൾ വീതം ലഭിക്കും. അപ്പോൾ ഓരോരുത്തർക്കും നമ്പർ ഓഫ് സ്നാക്ക് ഈച്ച് ഗെറ്റ് എത്രയാണ്? 2 സ്നാക്കുകൾ വെച്ച് കിട്ടും. ആകെ 75 സ്നാക്കുകളാണ് സ്കൂളിൽ ഓർഡർ ചെയ്തത്. അപ്പോൾ 75 സ്നാക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്കൂളിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും എത്ര എണ്ണം കിട്ടും എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് 2 എണ്ണം വീതം കിട്ടും. എത്ര സ്റ്റുഡൻസ് ഉണ്ട്? 30 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ 30 × 2 ആണ് എന്തുണ്ടാവുക? ഈ കുട്ടികൾക്ക് ആയിട്ട് പോകുന്നത്. ഓരോരുത്തർക്കും 2 സ്നാക്ക് വീതം കിട്ടും. 30 കുട്ടികളാണ്. അപ്പോൾ 30 കുട്ടികൾക്കും കൂടിയിട്ട് 30 × 2 60 സ്നാക്സ് ലഭിക്കും. ഓക്കെ, അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ?
ആകെ 75 സ്നാക്കുകൾ ഉണ്ട്. അപ്പോൾ ആകെ അവർ ഓർഡർ ചെയ്തിട്ടുള്ള സ്നാക്ക് എന്ന് പറയുന്നത് 75 ആണ്. ഓക്കെ, ഇനി എന്താ, അധികമുള്ള സ്നാക്കുകൾ അധ്യാപകർക്കുള്ളതാണ്. അപ്പൊ ഇനി കുട്ടികൾ കഴിച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആർക്കുള്ളതാണ്? അധ്യാപകർക്കുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അധ്യാപകർക്ക് എത്ര സ്നാക്കുകൾ ലഭിച്ചു? എത്ര സ്നാക്കുകൾ ലഭിക്കും? അപ്പൊ ടോട്ടൽ സ്നാക്സ് ഓർഡേർഡ് എത്രയാണ്? 75 ആണ്. അങ്ങനെയാണെങ്കിൽ 60 സ്നാക്ക് കുട്ടികൾ എടുത്തു, 75 സ്നാക്കാണ് ഓർഡർ ചെയ്തത്. അപ്പൊ എക്സ്ട്രാ സ്നാക്ക് അഥവാ അധികമുള്ള സ്നാക്ക് എത്രയായിരിക്കും? 75 മൈനസ് 60 വിച്ച് ഈസ് ഈക്വൽ ടു 15. അപ്പൊ എത്രയാണ്? അധ്യാപകർക്ക് 15 അധിക സ്നാക്കുകൾ ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് 15 സ്നാക്കുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് 30 ആണ്. ഓരോരുത്തർക്കും 2 കേക്ക് വീതം കിട്ടും. അപ്പൊ 30 കുട്ടികൾക്ക് 30 × 2 കേക്ക്, അതായത് 60 കേക്ക് കിട്ടും. ടോട്ടൽ അവർ ഓർഡർ ചെയ്ത കേക്ക് എന്ന് പറയുന്നത് 75 ആണ്. സോ ബാക്കി എക്സ്ട്രാ എത്ര ഉണ്ടാവും? ടോട്ടൽ സ്നാക്കിൽ നിന്നും കുട്ടികൾ എടുത്തിട്ടുള്ള സ്നാക്ക് കുറച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കി നോക്കാം. അമൽ bought some chicks for his poultry farm. അപ്പൊ അമൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് നമുക്ക് ഇംഗ്ലീഷ് വായിച്ചു നോക്കാം. If one chick cost 60, how much did Amal spend to buy 125 snack? അതായത് എന്താണ്? അമൽ തന്റെ കോഴി വളർത്തൽ ഫാമിനായി ചില കുഞ്ഞിക്കോഴികളെ വാങ്ങി. ഒരു കുഞ്ഞിക്കോഴിയുടെ വില 60 ആണ്. അങ്ങനെയാണെങ്കിൽ 125 കുഞ്ഞിക്കോഴികൾ വാങ്ങാൻ അമൽ എത്ര രൂപ ചെലവഴിച്ചു? അപ്പൊ എന്താണ് പറയുന്നത്? ഒരു കുഞ്ഞിക്കോഴിയുടെ വില 60 രൂപയാണ്. ഒരെണ്ണത്തിന്റെ 60 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 125 കുഞ്ഞിക്കോഴികളുടെ വില എത്രയായിരിക്കും? അത് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 125 × 60 എന്ന് ചെയ്താൽ മതി. അപ്പൊ സ്റ്റെപ്പ് എഴുതാം. കോസ്റ്റ് ഓഫ് 1 chick, അതായത് ഒരു കോഴിയുടെ വില, ഒരു കോഴിക്കുഞ്ഞിന്റെ വില which is equal to 60 ആണ്. Then number of chicks എന്ന് പറയുന്നത് 125 ആണ്, അഥവാ കുഞ്ഞിക്കോഴികളുടെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് അഥവാ ആകെ ചെലവഴിച്ച രൂപ which is equal to 125 × 60. അപ്പൊ ഇത് എന്ത് ചെയ്താൽ മതി? നമ്മള് 125 × 6 ചെയ്യാം. അപ്പൊ 6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 × 6 30, 6 × 2 12, 12 13 14 15, ബാക്കി 1, 6 × 1 6 + 1 7. ബാക്കി നമ്മൾ എന്ത് ചെയ്യുക? 125 × 6 ആണ് നമ്മൾ ചെയ്തത്. ഇവിടെ എക്സ്ട്രാ ഒരു 0 ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പൊ എത്രയാണ്? 7500 രൂപയാണ് അമൽ 125 ചിക്കിന് വേണ്ടിയിട്ട്, കോഴിക്കുഞ്ഞിന് വേണ്ടി ചിലവഴിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കി നോക്കാം. അടുത്ത ചോദ്യം എന്താ? Shima's father bought her cycle on her birthday. Its price was 5455. The cycle was sold after 2 years. It was sold for 3100, less than the cost price. അതായത് ഷിമയുടെ അച്ഛൻ അവളുടെ പിറന്നാളിനോടനുബന്ധിച്ച് ഒരു സൈക്കിൾ വാങ്ങി നൽകി. അപ്പൊ ഷിമയുടെ അച്ഛൻ അവളുടെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് എന്ന പോലെ ഒരു സൈക്കിൾ മേടിച്ചു കൊടുത്തു. അതിന്റെ വില എത്രയാണ്? 5455 രൂപയാണ്. ഓക്കെ, 2 വർഷത്തിന് ശേഷം എന്ത് ചെയ്തു? സൈക്കിൾ വിറ്റു. ഓക്കെ, 2 വർഷത്തിന് ശേഷം സൈക്കിൾ വിറ്റു. വാങ്ങിയ വിലയിൽ നിന്ന് 3010 രൂപ കുറവിനാണ് അത് വിറ്റത്. അപ്പൊ മേടിച്ച പൈസേനേക്കാൾ, അപ്പൊ മേടിച്ചിട്ടുള്ള പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 5455 ആണ്. അപ്പൊ അതിൽ നിന്നും എത്ര കുറച്ചിട്ടാണ്
3100 രൂപ കുറവിനാണ് അത് വിറ്റത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, how much did Shima get when she sold her cycle? ഷിമ സൈക്കിൾ വിറ്റപ്പോൾ എത്ര രൂപ ലഭിച്ചു? അപ്പൊ ഷിമ സൈക്കിൾ മേടിച്ചിട്ടുള്ള കോസ്റ്റ് പ്രൈസ്, അതായത് ഷിമ സൈക്കിൾ മേടിച്ചിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 5455 ആണ്. വിറ്റിട്ടുള്ളത് എന്ന് പറയുന്നത് 3010 രൂപ കുറവിനാണ് വിറ്റത്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എത്ര രൂപ കിട്ടി എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5455 നിന്നും 3100 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 5 3 2 2355 രൂപയാണ് ഷിമക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കാം. അതിലെ ബി ക്വസ്റ്റ്യൻ എന്താ? ഷിമ വാണ്ടഡ് ടു ബൈ എ ന്യൂ സൈക്കിൾ. ഷിമക്ക് എന്ത് ചെയ്യണം? ഒരു പുതിയ സൈക്കിൾ മേടിക്കണം. ഹർ ഫാദർ ഗേവ് 4350 more. How much does she have? അപ്പൊ അച്ഛൻ എന്താണ്? അച്ഛൻ നൽകിയത് 4350 രൂപയാണ്. അപ്പൊ സൈക്കിൾ വിറ്റിട്ടും എന്ത് കിട്ടിയിട്ടുണ്ട്? ഷിമയ്ക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ അവളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടാവും? അപ്പൊ മണി ഫ്രം സെല്ലിംഗ് സൈക്കിൾ, മണി ഫ്രം സെല്ലിംഗ് സൈക്കിൾ, അതായത് സൈക്കിൾ വിറ്റ് ലഭിച്ച പൈസ എന്ന് പറയുന്നത് രൂപ, ഇറ്റ് ഈസ് ഈക്വൽ ടു 2355 ആണ്. ഫാദർ ഗേവ് മോർ, ഫാദർ എത്ര? അച്ഛൻ എത്ര കൊടുത്തു? വിച്ച് ഈസ് ഈക്വൽ ടു 4350 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മണി ആകെ എത്ര രൂപ ഉണ്ട്? ടോട്ടൽ മണി ഈസ് ഈക്വൽ ടു 2355 പ്ലസ് 4350. 5 ഇറക്കിട്ടു 10, ബാക്കി 1 6 7 6. എത്ര രൂപ ഉണ്ട് ടോട്ടൽ? ഇപ്പൊ ഷിമയുടെ കയ്യിൽ 6705 രൂപയുണ്ട്. Then the new cycle costs 7340. How much more does require to buy a new cycle? പുതിയ സൈക്കിളിന്റെ വില 7340 ആണ്. പുതിയ സൈക്കിൾ വാങ്ങാൻ ഷിമയ്ക്ക് ഇനി എത്ര രൂപ കൂടി വേണം? അപ്പൊ ഇവിടെ എന്താണ്? ഷിമയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് എത്ര രൂപയാണ്? നോക്കി നോക്കാം, ജസ്റ്റ് എ മിനിറ്റ്. ഇപ്പൊ ഉള്ളത് 6705 രൂപയാണ്. അപ്പൊ സൈക്കിളിന്റെ വില എന്ന് പറയുന്നത്, അതായത് കോസ്റ്റ് ഓഫ് ന്യൂ സൈക്കിൾ, പുതിയ സൈക്കിളിന്റെ വില, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 7340 ആണ്. ദെൻ ഇപ്പോഴുള്ള മണി ഷീ ഹാസ്, ഇപ്പോഴുള്ള മണി എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 6705 ആണ്. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ആവശ്യമുള്ള മണി ഇനി എത്ര രൂപ വേണം? മണി നീഡ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 7340 മൈനസ് 6705. ഓക്കെ, അപ്പൊ അത് ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 635. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതും കൂടി നോക്കി നോക്കാം. A shopkeeper had 15 boxes of biscuit. Each box had 24 biscuits. He sold 168 biscuits in the morning and sold 96 biscuits in the evening. Later, he received 55 more biscuits. How many biscuits does she have now? അപ്പൊ എന്താണ്? ആദ്യം നമ്മൾ വായിച്ച് നമുക്ക് ടോട്ടലി കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആവശ്യം നമുക്ക് നോക്കി നോക്കാം. എന്താണ്? ഒരു കട വ്യാപാരി 15 ബോക്സ് ബിസ്ക്കറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ബോക്സസ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് എഴുതാം 15 ആണ്. ഓക്കെ. കട വ്യാപാരി രാവിലെ 168 ഇവിടെ ഉണ്ട്, ഓരോ ബോക്സിലും 24 ബിസ്ക്കറ്റുകൾ ഉണ്ട്. അപ്പൊ ഈച്ച് ബോക്സിൽ എത്രയാണ്? ഈച്ച് ബോക്സ് ഈസ് ഈക്വൽ ടു 24 ബിസ്ക്കറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ബിസ്ക്കറ്റ് ഉണ്ട്? ടോട്ടൽ ബിസ്ക്കറ്റ്
which is equal to 15 into 24 360. അപ്പോൾ ടോട്ടൽ 360 ബിസ്ക്കറ്റുകൾ ഉണ്ട്. ഓക്കെ, കടവ്യാപാരി രാവിലെ 168 ബിസ്ക്കറ്റുകൾ വിൽക്കുകയും, അപ്പോൾ മോർണിംഗ് എത്ര ബിസ്ക്കറ്റ് വിറ്റു? 168 ബിസ്ക്കറ്റ് വിറ്റു. ദെൻ ഈവനിങ്, വൈകിട്ട് എത്രയാണ്? ഈവനിങ്ങിൽ 96 ബിസ്ക്കറ്റുകളും വിൽക്കുകയും ചെയ്തു. പിന്നീട് അവന് 54 ബിസ്ക്കറ്റുകൾ കൂടി ലഭിച്ചു. അപ്പോൾ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ടോട്ടൽ അവൻ വിറ്റത് എത്ര ബിസ്ക്കറ്റാണ്? ടോട്ടൽ സോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് എത്ര ബിസ്ക്കറ്റാണ്? മോർണിംഗിൽ വിറ്റ 168 പ്ലസ് ഈവനിങ്ങിൽ വിറ്റിട്ടുള്ള 96. ഇത്രയും ബിസ്ക്കറ്റാണ് അവൻ ടോട്ടലായിട്ട് വിറ്റത്. അപ്പോൾ 264 ബിസ്ക്കറ്റുകൾ അവൻ ടോട്ടലായിട്ട് അവൻ വിറ്റു. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. പിന്നെ എന്താണ്? പിന്നീട് അവന് 54 ബിസ്ക്കറ്റുകൾ കൂടി ലഭിച്ചു. ഓക്കെ, അപ്പൊ അവന്റെ കയ്യിൽ ടോട്ടൽ ഉള്ള ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ 360 ആണ്. അതിൽ നിന്നും 264 അവൻ വിറ്റു. അപ്പൊ എത്ര കിട്ടി? 96 കിട്ടി. എന്നിട്ട് അവൻ എന്താ 54 ബിസ്ക്കറ്റുകൾ പിന്നീട് ലഭിക്കുകയാണ് ചെയ്തത്. പിന്നീട് ലഭിച്ചു എന്ന് പറയുമ്പോൾ എത്രയാണ്? 96ന്റെ കൂടെ പ്ലസ് ഒരു 54 കൂടി. അപ്പോൾ 96 പ്ലസ് 54 എന്ന് പറയുമ്പോൾ 150. ഓക്കെ, ഇപ്പോൾ അദ്ദേഹത്തിന് എത്ര ബിസ്ക്കറ്റുകൾ ബാക്കിയുണ്ട്? ഇപ്പോൾ അദ്ദേഹത്തിന് 150 ബിസ്ക്കറ്റുകൾ ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്. കുറച്ച് ട്രിക്കിയാണ്, കുറച്ച് വായിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്, പക്ഷെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.